ഹൊറർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. നിഴലുകൾ ഉറങ്ങാത്ത ചുരം. ലൈറ്റുകൾ അണച്ച് ഹെഡ്സെറ്റ് വെച്ച് തുടങ്ങിക്കോളൂ. നിങ്ങൾ തനിച്ചല്ല. നിഴലുകൾ ഉറങ്ങാത്ത ചുരം ഭാഗം 1. രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് നല്ല കനത്ത മഴയാണ്. ചുരത്തിലെ വളവുകൾ ഒന്നൊന്നായി പിന്നിട്ട് എന്റെ ലോറി മുകളിലേക്ക് കിതച്ചു കയറുകയായിരുന്നു. ലോറിയിൽ മുഴുവൻ തടിയാണ്. ഈ മഴയത്ത് വണ്ടി ഓടിക്കുന്നത് അത്ര എളുപ്പമല്ല. എന്റെ ക്ലീനർ സുധി സീറ്റിൽ ചാരിയിരുന്ന് നല്ല ഉറക്കത്തിലാണ്. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം റോഡിലെ മൂടൽമഞ്ഞിനെ കീറിമുറിച്ച് മുന്നോട്ടു പോകുന്നു. പെട്ടെന്നാണ് റോഡിന്റെ വശത്ത് ഒരു രൂപം നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ഒരു സ്ത്രീ. ഈ അസമയത്ത് ഈ കാട്ടുവഴിയിൽ അവൾ എന്തു ചെയ്യുകയാണ്? വെള്ളവസ്ത്രമൊന്നുമല്ല അവൾ ധരിച്ചിരുന്നത്. സാധാരണ ഒരു ചുരിദാർ. കയ്യിലൊരു ചെറിയ കുഞ്ഞുമുണ്ട്. മഴയിൽ അവൾ നന്നായി നനയുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ പന്തികേട് തോന്നി. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സമയത്ത് വണ്ടി നിർത്താറില്ല. പക്ഷേ അവളുടെ കയ്യിലുള്ള ആ കുഞ്ഞിനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. ഞാൻ ബ്രേക്കിട്ടു. വണ്ടി നിന്ന ശബ്ദം കേട്ട് സുധി ഞെട്ടിയുണർന്നു. എന്തായിക്ക, എന്തിനാ വണ്ടി നിർത്തിയത്? സുധി കണ്ണുകൾ തിരുമ്മി ചോദിച്ചു. അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നു സുധി, കുഞ്ഞുമുണ്ട് കൂടെ. ഈ മഴയത്ത് അവരെങ്ങോട്ട് പോകാനാണ്? ഞാൻ വിരൽ ചൂണ്ടി പറഞ്ഞു. സുധി പുറത്തേക്ക് നോക്കി. പക്ഷേ അവന്റെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു. ഇക്ക, അവിടെ ആരുമില്ലല്ലോ. നിങ്ങൾക്ക് തോന്നിയതാകും. വണ്ടിയെടുക്കിക്ക, നമുക്ക് വേഗം പോകാം. ഞാൻ വീണ്ടും സൂക്ഷിച്ചു നോക്കി. അവിടെ ആരുമില്ല. ഒരു നിമിഷം മുൻപ് കണ്ട ആ രൂപം എവിടെ പോയി? എന്റെ നെഞ്ചിടിപ്പ് കൂടി. വണ്ടി പതുക്കെ മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം പോയപ്പോൾ സുധി വീണ്ടും പറഞ്ഞു, ഇക്ക, ഈ ചുരത്തിനൊരു പേരുണ്ട്, കൊലയാളി വളവ്. പണ്ടിവിടെ വെച്ച് ഒരു കുടുംബം അപകടത്തിൽപ്പെട്ടിരുന്നു. അതിനുശേഷം പലരും പലതും കണ്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാനൊന്നും മിണ്ടിയില്ല. സ്റ്റിയറിംഗിൽ എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ലോറിയുടെ റിയർവ്യൂ മിററിലേക്ക് എൻ്റെ കണ്ണുപോയത്. പുറകിലെ ലോഡായ തടികൾക്കിടയിൽ നിന്ന് ഒരു കൈ പതുക്കെ ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. നനഞ്ഞു കുതിർന്ന ഒരു കൈ. പെട്ടെന്ന് ലോറിയുടെ ഉള്ളിലെ ലൈറ്റ് തനിയെ തെളിഞ്ഞു. വണ്ടിക്കുള്ളിലൊരു തണുപ്പ് പടരുന്നത് ഞാൻ അറിഞ്ഞു. തൊട്ടു പിന്നിൽ ആരോ ശ്വാസം വിടുന്നതുപോലെ. ഞാൻ പതുക്കെ തല തിരിച്ചു നോക്കി. എൻ്റെ സീറ്റിന് തൊട്ടു പിന്നിലെ ചെറിയ വിടവിലൂടെ 2 ചുവന്ന കണ്ണുകൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു. എൻ്റെ സീറ്റിന് പിന്നിലെ വിടവിലേക്ക് നോക്കിയപ്പോൾ കണ്ട ആ ചുവന്ന കണ്ണുകൾ എന്നെ തളർത്തിക്കളഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, വെറും ഇരുട്ടു മാത്രം. എൻ്റെ നെഞ്ചിടിപ്പ് ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. കൈകൾ വിറയ്ക്കുന്നതുകൊണ്ട് സ്റ്റിയറിംഗ് പിടിക്കാൻ പോലും ആവാത്ത അവസ്ഥ. സുധി എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ കണ്ണുകളിൽ ഭയം നിഴലിക്കുന്നുണ്ട്. എന്തായിക്ക, എന്തുപറ്റി? അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ തൊണ്ട ഉണങ്ങി വരണ്ടിരുന്നു. പെട്ടെന്ന് ലോറിയുടെ പിൻഭാഗത്ത് നിന്ന് ഒരു തട്ട് കേട്ടു. ആരോ തടികൾക്കിടയിൽ നടക്കുന്നതുപോലെ. ടിം ടിം എന്ന ശബ്ദം. മഴയുടെ ഇരമ്പലിനിടയിലും ആ ശബ്ദം വളരെ വ്യക്തമായിരുന്നു. സുധിയും അത് കേട്ടു. അവൻ എൻ്റെ തോളിൽ മുറുക്കി പിടിച്ചു. ഇക്ക, വണ്ടി നിർത്തണ്ട, ചവിട്ടിവിട്ടോ. ഇതൊന്നുമല്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ചുരം കടക്കണം. ഞാൻ ആക്സിലറേറ്റർ ആഞ്ഞു ചവിട്ടി. വണ്ടി ആഞ്ഞു കൊതിച്ചു. എന്നാൽ തൊട്ടടുത്ത വളവ് തിരിഞ്ഞതും ഞാൻ കണ്ട കാഴ്ച എൻ്റെ ചോര മരവിപ്പിച്ചു കളഞ്ഞു. റോഡിന് നടുവിൽ ഇതാ ആ സ്ത്രീ വീണ്ടും നിൽക്കുന്നു. ഇത്തവണ അവൾ ഒറ്റയ്ക്കല്ല. അവളുടെ കൂടെ ആ ചെറിയ കുഞ്ഞുമുണ്ട്. അവർ എൻ്റെ വണ്ടിക്ക് നേരെ നോക്കി കൈ ഉയർത്തി കാണിക്കുന്നു. ബ്രേക്കിട്ടാൽ വണ്ടി മറിയും, ഇല്ലെങ്കിൽ അവരുടെ മേൽ വണ്ടി കയറും. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ സ്റ്റിയറിംഗ് വെട്ടിച്ചു. വണ്ടി റോഡിന്റെ വശത്തെ മണ്ടിട്ടയിൽ തട്ടി നിന്നു. ഹെഡ്ലൈറ്റ് അണഞ്ഞുപോയി. പെട്ടെന്ന് ചുറ്റും കനത്ത ഇരുട്ടു പടർന്നു. മഴയുടെ ശബ്ദം പോലും നിലച്ചതുപോലെ ഒരു നിശബ്ദത. സുധി സീറ്റിൽ തന്നെ മരവിച്ചിരിക്കുകയാണ്. സുധി, ഞാൻ വിളിച്ചു. അവൻ മിണ്ടുന്നില്ല. ഞാൻ അവന്റെ തോളിൽ തൊട്ടതും അവൻ പതുക്കെ എന്റെ നേരെ തിരിഞ്ഞു. പക്ഷേ എന്റെ മുന്നിലിരിക്കുന്നത് സുധിയല്ല. സുധിയുടെ വേഷത്തിൽ ആ സ്ത്രീയായിരുന്നു. അവളുടെ മുഖം വികൃതമായിരുന്നു. കണ്ണുകളിൽ നിന്ന് രക്തമൊലിച്ചിറങ്ങുന്നു. അവൾ മെല്ലെ ചിരിച്ചു. ഒരു ഭയാനകമായ ചിരി. അവൾ പതുക്കെ
എൻ്റെ കാതിലേക്ക് അടുത്തു വന്നു മന്ത്രിച്ചു. എൻ്റെ കുഞ്ഞിന് വലിയ തണുപ്പാണ്, അവനെ ഒന്ന് എടുക്കാമോ? ഞാൻ ബോധം മറഞ്ഞു വീഴാൻ തുടങ്ങുമ്പോഴാണ് ലോറിയുടെ വാതിലിൽ ആരോ ആഞ്ഞു തട്ടുന്നത് കേട്ടത്. ഇക്ക, വാതിൽ തുറക്ക് ഇക്ക. അത് സുധിയുടെ ശബ്ദമായിരുന്നു. സുധി പുറത്താണോ? അപ്പോൾ ഉള്ളിലിരിക്കുന്നതാരാണ്? അങ്ങനെ ആ രാത്രിയിലെ നിഗൂഢതകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ചുരത്തിലെ ആ നിഴലുകൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഈ കഥ നിങ്ങളിൽ ചെറിയൊരു വിറയലെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്കിതുപോലെയുള്ള കൂടുതൽ കഥകൾ ചെയ്യാൻ വലിയൊരു പ്രചോദനമാണ്. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത് കൂടുതൽ ഇംപ്രൂവ്മെൻ്റ് വരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായും എന്നോട് പറയണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എനിക്ക് അത്രമാത്രം വിലപ്പെട്ടതാണ്. ഈ കഥയുടെ അടുത്ത ഭാഗം പാർട്ട് 2 കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നെക്സ്റ്റ് പാർട്ട് എന്ന് കമൻറ്റ് ചെയ്യൂ. കൂടുതൽ പേർ ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്ത ഭാഗവുമായി ഞാൻ എത്തുന്നതായിരിക്കും. ഇതുപോലെയുള്ള ഹൊറർ അനുഭവങ്ങൾ ഇനിയും കേൾക്കാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക. അപ്പോൾ മറ്റൊരു ഭീകരമായ രാത്രിയിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി.